നിലമ്പൂർക്കാരുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് കാണാനുള്ള പോക്കാണ്. എന്തായാലും അവിടെ എത്തിയപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ചിലരൊക്കെ ഫോട്ടോ എടുക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നത് കേട്ടു, ഹാവു സമാധാനമായി, ആ ഒരു കഷ്ടകാലമൊക്കെ തീർന്നല്ലോ, ഇനി ട്രെയിൻ പോകുന്നത് നോക്കിയിട്ട് കാത്തിരിക്കണ്ടല്ലോ എന്ന്. ഒരു ദിവസം കേവലം 13-ൽ താഴെ മാത്രം വണ്ടികൾ പാസ് ചെയ്തു പോകുന്ന ഈ ഒരു നിലമ്പൂർ റെയിൽവേ ക്രോസിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരന്റെ കഷ്ടപ്പാട് ഇതാണെങ്കിൽ ഒരു ദിവസം തന്നെ 80ഓളം ട്രെയിനുകൾ കടന്നു പോകുന്നു. ഏതാണ്ട് കിലോമീറ്ററുകൾക്കുള്ളിൽ 4ഓളം റെയിൽവേ ക്രോസുള്ള ഒരു നാടിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? കാസർഗോഡ്, കണ്ണൂർ ബോർഡറിലെ തൃക്കരിപ്പൂർ എന്ന എന്റെ നാട്ടിൽ അങ്ങനെയാണ്. എൻ്റെ ലൈഫിൽ ഒരു 30 വർഷത്തിനിടയിൽ പകുതി സമയം വേണമെങ്കിൽ അവിടെ പോയി എന്ന് പറയാം. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിയുടെ ജീവൻ എടുക്കാനും ഇതേ റെയിൽവേ ക്രോസ് കാരണക്കാരെ. മാറി മാറി വോട്ട് തണ്ടി വരുന്നവർക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജനത. ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രമാത്രം ദുരിതമാണ്. എത്രയെത്ര ജീവനുകൾ ഇനി അവിടെ പൊഴിഞ്ഞു പോയാലാണ് ഇവർക്കൊക്കെ ഒന്ന് കണ്ണു തുറക്കാൻ അറിയില്ല.